നമസ്കാരം, ഡ്രീം ക്യാപ്ചറിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് രണ്ട് മിനിയേച്ചർ ആർട്ടിസ്റ്റിൻ്റെ അടുത്തേക്കാണ്. പലപ്പോഴും പലരും മിനിയേച്ചർ എന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും അത് കണ്ടിട്ടുണ്ടാവും. ഞാനും ഒരു എക്സൈറ്റ്മെൻറ്റിലാണ്, കാരണം ഞാനും ഒരു മിനിയേച്ചർ എന്താണെന്ന് ഇതുവരെ കണ്ടിട്ടില്ല. ഇന്നാണ് ആദ്യമായിട്ട് കാണാൻ വേണ്ടി പോണത്. അപ്പം രണ്ട് സഹോദരങ്ങളാണ് ഈ മിനിയേച്ചർ ഉണ്ടാക്കുന്നത്. നമുക്ക് പോയിട്ട് നമുക്ക് കാണാം അവരെന്തൊക്കെ മെറ്റീരിയൽസ് വെച്ചിട്ടാണ് ഈ മിനിയേച്ചർ ഉണ്ടാക്കുന്നത്, എത്ര ദിവസം വെച്ചിട്ടാണ് ഈ മിനിയേച്ചർ ഉണ്ടാക്കുന്നത്. അവർ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്നത് ബസ്സിൻ്റെ മിനിയേച്ചറാണ്. ഇപ്പം വേറെ എന്തൊക്കെയോ ഓർഡേഴ്സൊക്കെ വരുന്നുണ്ട് അവർക്ക്. അപ്പോൾ നമുക്കെല്ലാം പോയി കാണാം, അവരുടെ കളക്ഷൻസും അവരുണ്ടാക്കുന്ന രീതികളും എല്ലാം പോയി കാണാം, മനസ്സിലാക്കാം. എന്നാൽ വിട്ടാലോ, വാ. വടക്കേ വീടിന് മുമ്പിലെത്തിയിരിക്കുകയാണ്. നമുക്കപ്പം ആ രണ്ട് സഹോദരങ്ങളെ പരിചയപ്പെടാം. മിനിയേച്ചർ ഉണ്ടാക്കുന്ന, ആ ബസ്സിൻ്റെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന രണ്ട് സഹോദരങ്ങളെ നമുക്ക് പരിചയപ്പെടാം. അവരുടെ പേര് അരുൺ എന്നും അഖിൽ എന്നുമാണ്. അപ്പം നമുക്ക് അവരെ പരിചയപ്പെടാം, അവരോട് അതിൻ്റെ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ ചോദിച്ചറിയാം. ആണ് ആ സഹോദരങ്ങൾ. അപ്പം നമുക്ക് ഇവരെ പരിചയപ്പെടാം, ഇവരോട് തന്നെ ഇവരുടെ എല്ലാ കാര്യങ്ങളും ചോദിക്കാം. നിങ്ങൾ രണ്ടുപേരും ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. എൻ്റെ പേര് അരുൺ വടക്കേ വീട്, ഇത് എൻ്റെ സഹോദരൻ അഖിൽ വടക്കേ വീട്. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ചേർന്നിട്ടാണ് ഈ മിനിയേച്ചർ ഉണ്ടാക്കുന്നത്. നമ്മളിപ്പം മെയിനായിട്ട് KSRTC ബസ്സിൻ്റെ മിനിയേച്ചർ തന്നെയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഈ മിനിയേച്ചർ കണ്ടിട്ട് കുറേ ആൾക്കാർ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. ഇതിന് കൂടെ നമ്മൾ വേറെയും കുറച്ച് മിനിയേച്ചറുകളും കൂടി ചെയ്യുന്നുണ്ട്. അപ്പം എത്ര നാളായി ഈ ഒരു മിനിയേച്ചറിൻ്റെ ഈ ഒരു ഇതിലേക്ക്, ഒരു മേക്കിങ്ങിലേക്ക് വന്നിട്ട്? എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഒരു ഇങ്ങനെ ഒരു ഐഡിയ മനസ്സിലേക്ക് വരുന്നത്? ആക്ച്വലി നമ്മൾ ഈ ലോക്ക്ഡൗൺ കാലത്ത് തന്നെയാണ് മിനിയേച്ചർ ചെയ്യാൻ തുടങ്ങിയത്. നമ്മൾ നേരത്തെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു, അപ്പോൾ ഒന്നും നമുക്ക് സമയം കിട്ടിയിട്ടില്ല. ഇത് ചെയ്യണമെങ്കിൽ കുറച്ച് അധികം സമയം തന്നെ വേണം, കാരണം നമ്മൾ തന്നെ ഈ ഒരു മിനിയേച്ചർ ഒരു 10-15 ദിവസം എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പം ഇതിനു മുമ്പ് ഞാൻ സ്കൂളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവനും അതുപോലെ തന്നെ ഒരു ഷോപ്പിൽ ഇങ്ങനൊരു ഇവിടെ മാനന്തവാടി തന്നെ ഒരു ഷോപ്പിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പം ലോക്ക്ഡൗൺ ആയതിനു ശേഷമാണ് ശരിക്കും ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു സമയം കിട്ടിയത്. ആ സമയത്താണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വർക്കിനെ കുറിച്ച് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. ശരിക്കും ഞങ്ങൾക്ക് കുറേ ആഗ്രഹം ഉണ്ടായിരുന്നു, ഇങ്ങനെ വണ്ടി ഞങ്ങൾ വീട്ടിലേക്ക് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ തുടങ്ങിയത് തന്നെ. ഒരു KSRTC വണ്ടി വീട്ടിൽ വെക്കണം എന്നുള്ളൊരു ആഗ്രഹം ഞങ്ങൾക്ക് കുറേ മുമ്പേ ഉണ്ടായിരുന്നു. ഈ വെക്കേഷനിൽ അപ്പോൾ ചെയ്ത് തുടങ്ങാമെന്ന് ഞങ്ങൾ തീരുമാനിച്ചതാണ്. അപ്പോഴാണ് ഈ ലോക്ക്ഡൗൺ കൂടി വന്നത്. അങ്ങനെ കുറച്ചുകൂടി സമയം കൂടുതൽ കിട്ടി. അങ്ങനെയാണ് ഞങ്ങൾ ഈ ഒരു വർക്കിലേക്ക് വന്നത്. അപ്പം ഇതിനു മുമ്പ് ഈ ഒരു ബസ്സിൻ്റെ ഒരു ഫീൽഡിലേക്ക് വരുന്നതിന് മുമ്പ് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും എക്സ്ട്രാ ആക്ടിവിറ്റീസ് ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. നമ്മൾ ചെറിയ രീതിയിൽ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. പിന്നെ ഒരു ട്രാൻസ്പെറൻറ്റ് ആർട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു ആർട്ട് ചെയ്യുന്നുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത തരം ഒരു ആർട്ടാണ്. അധികം ആൾക്കാരും ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം ആ ഒരു ആർട്ടും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഈ പറഞ്ഞതുപോലെ ഓർഡർ വർക്കുകൾ അനുസരിച്ചിട്ടാണ്, പ്രത്യേകിച്ച് ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, കല്യാണ വർക്ക് അങ്ങനെയൊക്കെ വേണ്ടിയിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെയാണ് ഇതും കൂടെ ചെയ്തത്. അത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ തീരുമാനിച്ചിരുന്നു, നമുക്ക് എന്തായാലും ഒരു മിനിയേച്ചർ ചെയ്ത് നോക്കണം. ഈ പറഞ്ഞ പോലെ വീട്ടിൽ വെക്കാൻ വേണ്ടിയിട്ട് ഒരു മിനിയേച്ചർ ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം അത് ഇത്രയും സമയം കിട്ടാത്തതുകൊണ്ട് ഈ ഒരു വെക്കേഷനിൽ ചെയ്യാന്നുള്ള രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തത്. അപ്പോൾ വെക്കേഷൻ ആയത് കൃത്യസമയത്ത് നമ്മുടെ ലോക്ക്ഡൗൺ വന്നു. അങ്ങനെ നമ്മൾ നല്ല രീതിയിൽ നമുക്കിത് ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് കോസ്റ്റൊക്കെ എങ്ങനെ വരും? ഇതിൻ്റെ ആക്സസറീസ് ഒക്കെ എന്തൊക്കെയാണ്? ഇതിൻ്റെ കോസ്റ്റൊക്കെ എത്ര വരും? ഇതിന് നമ്മളിപ്പം പിന്നെ മൾട്ടിവുഡ് ഉപയോഗിക്കുന്നുണ്ട്, പിന്നെ ഫോം ഷീറ്റും ആണ്. ഈ രണ്ട് സാധനമാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ഈ വണ്ടിയുടെ ആവശ്യമുള്ള കമ്പികൾ ഉപയോഗിക്കുന്നുണ്ട്. കമ്പി വേണ്ട സ്ഥലത്ത് കമ്പികളാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇലക്ട്രിക്കൽ വർക്ക് അടക്കമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു അറൗണ്ട് നമുക്കൊരു 3000 ആ ഒരു റേഞ്ചാണ് നമുക്ക് വരുന്നത്. ഒരു 3000 രൂപയുടെ അടുത്ത് നമുക്ക് ഇങ്ങനൊരു ചിലവ് വരുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ 10-15 ദിവസം ഇരുന്ന് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം കൂടി വരും. അപ്പം ആ ഒരു റേഞ്ചിൽ തന്നെയാണ് നമ്മൾ ബസ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ഇപ്പം കുറേ ആൾക്കാർ ബസ്സിൻ്റെ മിനിയേച്ചറുകൾ കണ്ടിട്ട് ആൾക്കാർ നമ്മളെ വിളിക്കുന്നുണ്ട്. അപ്പം ചെയ്ത് കൊടുക്കുന്നത് ആ ഒരു റേഞ്ചിൽ തന്നെയാണ്. അത് ശരി. അപ്പം ഇത് ഈ ബസ്സല്ലാതെ വേറെ എന്തെങ്കിലും ഇപ്പം നിങ്ങൾ ഇത് എന്തെങ്കിലും ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടോ? വേറെ എന്തെങ്കിലും മിനിയേച്ചറുകൾ ഇതേപോലെ തന്നെ? ഇപ്പോൾ ഞങ്ങൾ പുതുതായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാറിൻ്റെ ഒരു 2 വണ്ടി
ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ആയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഒരു ലോറി പറഞ്ഞിട്ടുണ്ട്. അപ്പം അതും അങ്ങനെ ഓരോ ആളുകൾ ഇങ്ങനെ നമ്മളെ വിളിച്ച് അന്വേഷിക്കുകയാണ്, എന്താ ചെയ്തു തരുമോ, എങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയൊക്കെ. അപ്പോൾ അതൊക്കെ ഏകദേശം കൺഫേം ആണ്, ഞങ്ങൾ ചെയ്യാൻ സ്റ്റാർട്ടിങ് ആയിട്ടുണ്ട്, തോന്നിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ മൈക്രോ മിനിയേച്ചർ എന്ന് പറയുന്നൊരു ചെറിയൊരു സാധനമാണ്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഒരു 2 വിരലിൻ്റെ മുകളിലിരിക്കുന്ന അത്രയും ചെറിയ സൈസിലുള്ള വണ്ടികൾ, നമ്മുടെ കീ ചെയിൻ പർപ്പസാണ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള വണ്ടി ഏതാണോ ആ വണ്ടിയുടെ ഫോട്ടോ കാര്യങ്ങൾ തരികയാണെങ്കിൽ ഞങ്ങൾ അതേപോലെ തന്നെ അതിൻ്റെ ഏറ്റവും ചെറിയ മോഡൽ ഉണ്ടാക്കി കൊടുക്കുക. അതാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ അതിനിപ്പോൾ എന്തെങ്കിലും ഓർഡറുകളൊക്കെ എന്തെങ്കിലും വന്നിട്ടുണ്ടോ? അപ്പോൾ അതിനൊക്കെ എത്ര കോസ്റ്റ് വരുമായിരിക്കും നമ്മളങ്ങനെ ചെയ്ത് കൊടുക്കുന്നതിനൊക്കെ? തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ വർക്ക് കണ്ടിട്ട് കുറേ ആൾക്കാർ നമ്മളെ വിളിച്ചിട്ടുണ്ട്. ഇപ്പം ഈ മിനിയേച്ചർ ഇതേപോലുള്ള വലിയ മിനിയേച്ചറുകളും ചോദിക്കുന്നുണ്ട്, അതേപോലെ തന്നെ മൈക്രോ മിനിയേച്ചറുകളും ചോദിക്കുന്നുണ്ട്. അപ്പോൾ മൈക്രോ മിനിയേച്ചർ ആണെങ്കിലും നമുക്ക് ഏകദേശം സമയം എടുക്കലും ആ ചെയ്യുന്ന പണിയൊക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. അല്ല, പൈസ അത്രയൊന്നും വരുന്നില്ല. അത് നമ്മൾ ഒരു 1000 റുപ്പീസിൻ്റെ ആ ഒരു ഇടയ്ക്ക് ഉള്ളിൽ വരുന്ന ഒരു റേഞ്ചാണ് നമ്മൾ പറയുന്നത്. ആ ഒരു റേഞ്ച് കാരണം വെച്ചാൽ സമയം അത്രയും തന്നെ എടുക്കേണ്ടി വരും. ഏകദേശം 10 ദിവസം തന്നെ എടുക്കുന്നുണ്ട് ചെറിയ മിനിയേച്ചറാണ് ചെയ്യുന്നതെങ്കിലും. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ചെണ്ട ചെയ്യുന്നുണ്ട്. ചെണ്ടയും ഈ പറഞ്ഞ ഒരു കീ ചെയിൻ പർപ്പസിന് വേണ്ടിയിട്ട്. അതെ. അപ്പോൾ ചെണ്ട നമ്മുടെ ഒരു മലയാളികളുടെ ഒരു വികാരമാണല്ലോ. അപ്പോൾ അതും നല്ല റെസ്പോൺസാണ് കിട്ടുന്നത്. നമുക്കിപ്പോൾ തന്നെ കുറേ അധികം സെയിൽ ഓർഡറുകൾ വന്നിട്ടുണ്ട്, കുറേ അധികം സെയിലായിട്ടുണ്ട്. അപ്പം ചെണ്ട നല്ല റെസ്പോൺസാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചെണ്ട ചെയ്യുന്നത് കണ്ടിട്ട് പിന്നെയും വേറെ കുറേ സാധനങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ തബല ചോദിക്കുന്നുണ്ട്, പിന്നെ അതുപോലെ മദളം ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. അപ്പം നമ്മളത് റെഡിയാണ്, നമ്മൾ ഉണ്ടാക്കി ചെയ്യാനുള്ള പരിപാടികളിലാണ്. ഇനിയിപ്പോൾ അടുത്ത അങ്ങോട്ടേക്കൊക്കെ ചെയ്യണം. പിന്നെ ഒരു ചിലങ്ക ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ചിലങ്ക നമ്മൾ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഇനിയും ഇത് ഭാവിയിലേക്ക് ഈ ലോക്ക്ഡൗൺ ഒക്കെ കഴിഞ്ഞാലും നിങ്ങൾ ഇനി നിങ്ങളുടേതായ ജോലികളിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയാലും ഈ ഒരു ബസ്സിൻ്റെ മിനിയേച്ചർ അല്ലെങ്കിൽ ഇനി തുടർന്നുണ്ടാക്കാൻ പോകുന്ന ആ ഒരു മിനിയേച്ചറൊക്കെ വിടുവോ, അതല്ലെങ്കിൽ ഇതങ്ങനെ തുടർന്നുകൊണ്ട് പോവുമോ? എന്താണ് പ്ലാൻ? അല്ല, തീർച്ചയായിട്ടും നമ്മൾ ഇതൊന്നും വിടില്ല. കാരണം നമ്മുടെ വർക്കിന്റെ കൂടെ ആണെങ്കിലും അത് കൊണ്ടുപോകാൻ തന്നെയാണ് വിചാരിക്കുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു കാര്യമാണല്ലോ. കാരണം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്താ പറയുക, വെറുതെ ഇരിക്കുന്ന സമയം എന്നല്ല, എന്നാലും ഒരു എന്റർടൈൻമെന്റ് കൂടിയാണ് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കുക എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ അപ്പോൾ കുറച്ചുകൂടി സമയം കൂടുതൽ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. കാരണം ഞങ്ങളുടെ ജോലി നടക്കണം, ഇതിൻ്റെ കൂടെ ഇത് നടക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും, അത്രയാണ്. അങ്ങനെ പോകും. അതെ, ഞാനാണെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു ലൈബ്രറി പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പം ആ രീതിയിലേക്ക് ജോലിക്ക് പോകുന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അത് തന്നെയാണ് ഞാൻ ഫസ്റ്റ് ഓപ്റ്റ് ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളിത് കൊണ്ടുപോയി ഇത്രയും കാലം അങ്ങനെ തന്നെയായിരുന്നു നമ്മൾ ചെയ്യുന്ന. അതായത് നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ട് ബാക്കി കിട്ടുന്ന സമയത്താണ് നമ്മൾ ഡ്രോയിങ് ആണെങ്കിലും ഈ പറഞ്ഞ പോലെ ടോപ്പ് ആർട്ട് ആണെങ്കിലും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നത്. അതേപോലെ തന്നെ ഇത് നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകും. കാരണം ഇത് ഭയങ്കര റിക്രിയേഷണൽ ആക്ടിവിറ്റിയാണ്, നമുക്ക് മൈൻഡ് നല്ല ഫ്രീ ആയിട്ട് സംഭവമാണ്. പിന്നെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും കുറേ ആൾക്കാർ നമ്മളെ ഇതിലൂടെ നമ്മൾ അറിയുന്നു, അതൊക്കെ വലിയ സന്തോഷം തരുന്ന കാര്യം കൂടെയാണ്. അപ്പോൾ നമ്മളുടെ ഒരു വർക്ക് വേറൊരാൾക്ക് കിട്ടുമ്പോൾ സന്തോഷം വരുന്നു, നമ്മുടെ ഒരു വർക്ക് വേറൊരിടത്ത് എത്തുന്നു, അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള കാര്യമില്ല. അപ്പോൾ നമ്മൾ എന്തായാലും അതിൻ്റെ കൂടെ നമ്മുടെ വർക്കിൻ്റെ കൂടെ ഇതും കൂടെ കൊണ്ടുപോകും, ഉറപ്പായിട്ടും കൊണ്ടുപോകും. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരു പക്ഷേ ഇതിനേക്കാളും സമയം ആയിരിക്കും ഇപ്പം നമ്മൾ മുമ്പോട്ടേലും വരികയാണെങ്കിൽ. കാരണം ഇപ്പോൾ 15 ദിവസം നമ്മൾ പറയുന്നത് ഒരു പക്ഷേ 1 മാസം 1.5 മാസമൊക്കെ ചിലപ്പോൾ എടുത്തെന്നിരിക്കും. എന്തായാലും നമ്മൾ ചെയ്യും ഉറപ്പായിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ മുമ്പോട്ട് പോകും. ഓക്കെ, അപ്പോൾ ഇവരുടെ ഈ ബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമുക്ക് ലൈറ്റ് കത്തിക്കാൻ പറ്റും, അതേപോലെ തന്നെ ഇതിൻ്റെ ഡോറൊക്കെ തുറക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഡോർ ഒന്ന് തുറന്ന് നോക്കാം എങ്ങനെയാണ് ഇത് തുറക്കുന്നതെന്നുള്ളത്. അതാ അതിൻ്റെ ഡോറ് പാസഞ്ചർ സൈഡിലേയും തുറക്കാൻ പറ്റും, അതല്ലാതെ ഡ്രൈവർ സൈഡിലേയും തുറക്കാൻ പറ്റും. അതാ കണ്ടോ, ഡ്രൈവർ സൈഡിലേക്ക് ഡോറ് തുറന്ന് നമുക്കത് കാണാനായിട്ട് പറ്റും. അതേപോലെ ഇതുണ്ടോ ഫ്രണ്ടിലെ ഡീറ്റെയിൽസ് കണ്ടോ, ഒരു ബസ്, ഒരു KSRTC ബസ്സിൻ്റെ ഒരു ഡീറ്റെയിൽസ് തന്നെ ഫ്രണ്ടിൽ അവർ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. അത് നന്നായി വിജയിച്ചിട്ടുണ്ട്. ലൈറ്റ് കത്തിക്കാൻ പറ്റും, അതാ ലൈറ്റ് കത്തിച്ച് കാണിച്ചേക്കുന്നുണ്ട്. അതുപോലെ ബാക്കിലും ഉണ്ട്, അകത്തും ഉണ്ട്. അകത്തിപ്പം ഈ ലൈറ്റിൻ്റെ പ്രശ്നമുള്ള അകത്ത് കാണാൻ പറ്റില്ല, പക്ഷേ അകത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ബാക്ക് സൈഡിലും കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ ഇവിടെ കമ്പി, അതേപോലെ തന്നെ കാരിയർ കാര്യങ്ങൾ എല്ലാം തന്നെ ഒരു ഡീറ്റെയിൽ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതുപോലെ തിരിയുന്ന ഫ്രണ്ട് വീലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ഈ ആക്സിലൊക്കെ നമ്മൾ ഒറിജിനൽ ബസ്സിൻ്റെ ആക്സിൽ സിസ്റ്റം പോലെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അതിന് ഇത് റണ്ണിങ്ങുമാണ്, അതേസമയം ഇങ്ങനെ മുമ്പോട്ടേക്കും പുറകോട്ടേക്കും തിരിക്കാൻ പറ്റും. ആക്ച്വലി ഇപ്പം നമ്മളിത് റിമോട്ട് കൺട്രോൾ ചെയ്തിട്ടില്ല, വേണമെങ്കിൽ റിമോട്ട് കൺട്രോൾ ചെയ്യാമെന്നുള്ള ഒരു രീതിയിലേക്കാണ് നമ്മളിത് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊരു ഷോക്ക് ആബ്സർ സിസ്റ്റം കൂടി കൊടുത്തിട്ടുണ്ട്. ചെറിയ രീതിയിൽ അത് ഒരു മോഷൻ ഉണ്ടാവും വണ്ടിക്ക്. അതും ഒരു എന്താ പറയുക, നമ്മളതായ രീതിയിൽ തന്നെ ഞങ്ങൾ ചെയ്തു വെച്ചൊരു സംഭവമാണ്. അതെ, ഈ സസ്പെൻഷൻ സിസ്റ്റം ഒന്നും അധികം പിന്നെ മിനിയേച്ചറിലൊന്നും അങ്ങനെ ചെയ്ത് കണ്ടിട്ടില്ല. അപ്പം നമ്മൾ അതും കൂടി ഇതിനകത്ത് ട്രൈ ചെയ്തിട്ടുണ്ട്, നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്.
അതൊക്കെയാണ് ഈ ബസ്സിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. മാത്രമല്ല നമ്മൾ ഇതിൻ്റെ ഈ ബാക്ക് സൈഡ് ഇവിടെ ചെറുതായിട്ട് കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ LED ലൈറ്റും സർക്യൂട്ടും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. അപ്പം പിന്നീട് എപ്പോഴെങ്കിലും ഈ LED-ക്കൊക്കെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതൊന്ന് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ബസ്സിൻ്റെ അടിഭാഗങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നത്. നമുക്ക് ബാറ്ററി എപ്പോൾ വേണമെങ്കിലും മാറ്റി വെക്കാം. ഇതിലൊരു DC ബാറ്ററിയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അത് എപ്പോൾ വേണമെങ്കിലും അഴിച്ചു മാറ്റിയിട്ട് വേറൊരു ബാറ്ററി വേണമെങ്കിൽ ഫിക്സ് ചെയ്യാം. ഇതായി ഇങ്ങനെയാണ് ഇതിൻ്റെ സർക്യൂട്ടുകൾ വരുന്നത്. ഇത് നമ്മൾ ജസ്റ്റ് ഇപ്പോൾ തുറന്ന് കാണിച്ചിരിക്കുന്നതാണ്. അപ്പം ഇത് കവർ ചെയ്ത് കളയാം. ഇതേപോലെ തന്നെ നമ്മളൊരു കവറിങ് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. അപ്പം അത് വളരെ നന്നായിട്ട് അതിനകത്തിരിക്കുകയും ചെയ്യും. എപ്പോഴെങ്കിലും ആവശ്യമുണ്ടെന്ന് തോന്നിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് അടിച്ചിട്ട് നിങ്ങൾക്ക് അത് സർവീസ് ചെയ്യാനും പറ്റും. അതേപോലെ തന്നെ മുകളിലും ഈ പറഞ്ഞതുപോലെ നമ്മളൊരു ചെറിയ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ട്. എപ്പോഴെങ്കിലും ഇതിനകത്തുള്ള ഏതെങ്കിലും LED-കൾക്കോ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് മാറ്റണമെങ്കിൽ അതും ചെയ്യാൻ പറ്റും. കാരണം ബാക്കി എന്തിനും പിന്നെ അങ്ങനെ സർവീസൊന്നും ചെയ്യേണ്ട ആവശ്യം വരില്ല. അത്ര നല്ല രീതിയിലാണ് ഫിക്സ് ചെയ്തിട്ടുള്ള കാര്യങ്ങളുള്ളത്. ആകെ എന്തെങ്കിലും പ്രശ്നം പറ്റുവാണെങ്കിൽ തന്നെ അത് LED-ക്ക് വരുള്ളൂ. അതുകൊണ്ടാണ് അത് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു ഓപ്പണിങ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പം ഇത് ഇനിയിപ്പം ഞാൻ നിങ്ങളെ കാണിച്ചു തരാൻ പോകുന്നത് ഇവർ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ചെയ്ത് കഴിഞ്ഞ കുറച്ച് കീ ചെയിൻസ് ഉണ്ട്. അതല്ലാതെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു കാറിൻ്റെ ഒരു മിനിയേച്ചർ ഉണ്ട്. അത് നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. ഇത് നമുക്കൊരു ഓർഡർ കിട്ടിയതാണ്. ആൾട്ടോ 800 എന്ന് പറയുന്ന മോഡലാണ്. ഇപ്പോൾ ഇത് ഏകദേശം തീർന്നിട്ടില്ല, അങ്ങനെ തുടങ്ങി വെച്ചിട്ടേ ഉള്ളൂ. പിന്നെ കുറച്ച് സമയം എടുക്കും ഇതും അതുപോലെ തന്നെ. പിന്നെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വർക്കാണ് ഇങ്ങനത്തെ കീ ചെയിൻസ്. ഇപ്പോൾ ചെണ്ട, അതുപോലെ തന്നെ തബല, മൃദംഗം, അങ്ങനെയുള്ള ഈ ഉപകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെയാണ് കൂടുതൽ ആൾക്കാർ ചോദിക്കുന്നത്. അതുപോലെ തന്നെ ചിലങ്ക ചെയ്യുന്നുണ്ട്. അതിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ, ആയിട്ടില്ല. അപ്പം അങ്ങനെയുള്ള ആളുകൾ ഇങ്ങനെ ഓർഡർ തരുന്നുണ്ട് ഓരോ സാധനങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ. അപ്പോൾ ഞങ്ങൾ എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കാൻ റെഡിയാണ്. ഞങ്ങൾക്ക് സമയത്തിൻ്റെ മാത്രമേ പ്രശ്നമുള്ളൂ. പിന്നെ ബാക്കിയെല്ലാം എന്താ പറയുക, ആൾക്കാർ എന്ത് സാധനങ്ങൾ എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഞങ്ങൾ തീർച്ചയായിട്ടും എല്ലാ സാധനങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. മാത്രമല്ല മിനിയേച്ചറിന് കമ്പയർ ചെയ്യുമ്പോൾ ഈ കീ ചെയിൻസിനൊക്കെ നമ്മൾ എന്താ പറയുക 100 രൂപ റേഞ്ചിലൊക്കെയാണ് കൊടുക്കുന്നത്. ചെണ്ട കൊടുക്കുന്ന ഒരു 100 രൂപ ആ ഒരു റേഞ്ചിലാണ്. അപ്പോൾ ആൾക്കാർക്ക് അത് കുറച്ചും കൂടെ എന്താ പറയുക വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് സുഖമായിട്ട് വാങ്ങിക്കാൻ പറ്റുന്നുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ചെണ്ടയ്ക്കൊക്കെ അത്യാവശ്യം ആൾക്കാർ ഇങ്ങനെ ചോദിച്ച് വരുന്നുണ്ട്. നമ്മുടെ പോസ്റ്റുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഈ പറഞ്ഞ പോലെ നമ്മുടെ സുഹൃത്തുക്കളിലൂടെയൊക്കെ ഷെയർ ചെയ്ത് പോയിട്ടൊക്കെ നമ്മുടെ എന്താ പറയുക ഈ ചെയ്യുന്ന വർക്കുകളൊക്കെ പല സ്ഥലത്തും എത്തുന്നുണ്ട്. അതൊക്കെ കുറേയൊക്കെ എന്താ പറയുക ഫീച്ചർ ചെയ്യപ്പെടുന്നുണ്ട്. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുപോലെ ഞങ്ങൾ ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാം അങ്ങനെയുള്ള സോഷ്യൽ മീഡിയ കൂടെ തന്നെയാണ് ഞങ്ങൾ എല്ലാ വർക്കുകളും ആളുകളിലേക്ക് എത്തിക്കുന്നത്. അതിനുവേണ്ടി ഞങ്ങൾ ഉപയോഗിക്കുന്ന വടക്കൻ ആർട്ടിസ്റ്റ് എന്ന് പറയുന്നൊരു യൂട്യൂബ് ചാനലും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജ്, ഇൻസ്റ്റാഗ്രാം പേജൊക്കെയാണ്. അപ്പോൾ അതിലൂടെ ഞങ്ങളുടെ എല്ലാ വർക്കുകളും ഞങ്ങൾ പിന്നെ പബ്ലിഷ് ചെയ്യാറുണ്ട്. ഞങ്ങൾ ചെയ്യുന്ന വർക്കിൻ്റെയൊക്കെ മോഡലുകൾ കൊടുക്കാറുണ്ട്. പിന്നെ നമ്മൾ KSRTC ചെയ്തപ്പോൾ അതിൻ്റെ ഒരു മേക്കിംഗ് വീഡിയോസ് കാര്യങ്ങളൊക്കെ അതിലിട്ടിട്ടുണ്ട്. അപ്പം ഇത് ചെയ്യാൻ താല്പര്യമുള്ളവർക്കും അതുപോലെ തന്നെ ഇതിനോട് ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾക്കൊക്കെ അതൊക്കെ ഒന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അവർക്ക് കൂടുതൽ എന്താ പറയുക അതിലേക്ക് എത്തിപ്പെടാൻ പറ്റും. ഇവർ വരച്ച കുറച്ച് ഡ്രോയിങ്സും ടോപ്പ് ആർട്ട് അതല്ലെങ്കിൽ ട്രാൻസ്പെറൻറ്റ് ആർട്ട് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അതും കൂടെ നമുക്ക് കണ്ടിട്ട് വരാം. ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഇവരുമായി ബന്ധപ്പെടാനുള്ള വാട്സപ്പ് നമ്പറും അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജിൻ്റെയും ഇൻസ്റ്റാഗ്രാം പേജിൻ്റെയും ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അതുവഴി ഇവരെ കോൺടാക്റ്റ് ചെയ്യുക. മിനിയേച്ചറുകളും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ആവശ്യാനുസരണം ഓർഡർ ചെയ്യുക. അപ്പം അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കണ്ടുമുട്ടാം എന്ന ശുഭപ്രതീക്ഷയോടുകൂടി നിങ്ങളുടെ പ്രിയ സുഹൃത്ത് ജയ്ബിൻ സനിങ്ങ.